കഴിഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞതെല്ലാം എല്ലാവരും ചെയ്ത് കാണും എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് പുതിയൊരു കാര്യം പറയുന്നത്. ഇത് പ്രത്യേകിച്ച് പേരൻസോട് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ്. ഒപ്പം എനിക്ക് മക്കളോട് പറയാനുള്ളത്, നിങ്ങൾ പഠിക്കുന്ന പ്രത്യേകിച്ചും 10ാം ക്ലാസ് +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾ, നിങ്ങൾ എപ്പോഴും ഈ എക്സാമിന് ഒരു പ്രോബ്ലമായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾക്കൊരു വലിയ പ്രശ്നമാണ് ഈ എക്സാം. ഒരു പ്രശ്നമല്ല, അതൊരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ എപ്പോഴെങ്കിലും? നിങ്ങൾക്ക് കിട്ടിയ ഒരു ഓപ്പർച്യൂണിറ്റിയാണ്, അതൊരു അവസരമാണ്. അല്ലെങ്കിൽ അതൊരു സിറ്റുവേഷനായിട്ട് കാണണം, ഒരു സാഹചര്യമായിട്ട് കാണണം. നിങ്ങൾക്കൊരു അവസരം കിട്ടുന്നു, നിങ്ങൾ എന്താണ്, നിങ്ങൾ ആരാണ്, നിങ്ങൾ എത്രമാത്രം നിങ്ങൾ കഴിവുണ്ട് എന്ന് തെളിയിക്കാൻ കിട്ടുന്ന ഒരു അവസരമായിട്ട് നിങ്ങൾ ആ എക്സാമിനെ ഒന്ന് കണ്ടു നോക്കിയാൽ ഒരു പ്രശ്നമില്ല. അല്ലെങ്കിൽ അതൊരു സിറ്റുവേഷനാണ്. നിങ്ങളിപ്പോൾ സ്കൂളിലേക്ക് പോകുന്ന വഴിക്ക് പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിൽ മുഴുക്ക വെള്ളം കയറി നിങ്ങൾക്ക് സ്കൂളിലെത്തണ്ടേ, നിങ്ങൾ ആ സിറ്റുവേഷൻ തരണം ചെയ്യില്ലേ? നിങ്ങളിതൊരു പ്രോബ്ലമായി കണ്ട് അതിനെ മനസ്സിനകത്തിട്ട് ചുമ്മാ ചിന്തകളിലൂടെ അലട്ടി ടെൻഷൻ അടിച്ച് വെറുതെ അങ്ങനെ പോകുമ്പോഴാണ് നമ്മൾ എക്സാം ഹാളിൽ പരാജയപ്പെടുന്നത്, പരീക്ഷയുടെ റിസൾട്ടിൽ പരാജയപ്പെടുന്നത്. പക്ഷെ ഇതല്ലാതെ നമുക്കിതൊരു ഓപ്പർച്യൂണിറ്റി, എനിക്കൊരു അവസരം കിട്ടി, ഞാൻ ഈ അവസരം നന്നായിട്ട് വിനിയോഗിക്കും. അല്ലെങ്കിൽ എനിക്ക് ഈ സിറ്റുവേഷൻ തരണം ചെയ്യണം. ആ സിറ്റുവേഷൻ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ എനർജി കംപ്ലീറ്റ് വിനിയോഗിച്ച് ഞാനത് തരണം ചെയ്യും. അത് എനിക്ക് കിട്ടിയ ഒരു അവസരമാണ്. ഇത് ഇങ്ങനെ മനസ്സിൽ കരുതിക്കൊണ്ട് സന്തോഷത്തോടുകൂടി നിങ്ങൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കുകളെ, നിങ്ങളുടെ സ്റ്റഡിയൊക്കെ നിങ്ങൾ സമീപിച്ച് നോക്കിക്കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. എക്സാം എന്ന് പറയുന്നത് വലിയ പ്രോബ്ലമല്ല. എക്സാമിനെ ഒരിക്കലും ഒരു പ്രോബ്ലമായി, ഒരു പ്രശ്നമായി എടുക്കാതെ ഒരു ഓപ്പർച്യൂണിറ്റിയായി എടുത്തുകൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ, അങ്ങനെ ചിന്തിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ വളരെ ഈസിയാണ് മക്കളെ. ഫുൾ A+ ഈസി ആയിട്ട് കിട്ടും. അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ പറയാം. തൽക്കാലം നിർത്തുന്നു.